നമസ്തേ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശബരിപാതയ്ക്ക് തുരങ്കം വെച്ച സംസ്ഥാന സർക്കാർ. കേന്ദ്രം മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ തള്ളി കേരളം. പദ്ധതിയുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കാൻ നീക്കം. ലോക്സഭയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് കേന്ദ്ര നിയമമന്ത്രി. അംബേദ്കറെ പാർലമെന്റിൽ കയറ്റാത്തവരാണ് കോൺഗ്രസ് എന്ന് അർജുൻ റാം മേഘ്വാൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. കള്ളപ്പണക്കാർക്ക് പൂട്ടിട്ട് കേന്ദ്ര സർക്കാർ. വിജയ് മല്യയുടെയും നീരവ് മോദിയുടെയും സ്വത്തുക്കൾ ഏറ്റെടുത്തു. ഒരു കുറ്റവാളിയെയും രാജ്യം വിടാൻ അനുവദിക്കില്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് അശ്വിൻ. അപ്രതീക്ഷിത പ്രഖ്യാപനം. ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ ടെസ്റ്റ് ചരിത്രത്തിലെ നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയ താരം. ഗാബ ടെസ്റ്റിൽ കളി മുടക്കി മഴ. മത്സരം സമനിലയിൽ. NCP മന്ത്രിസ്ഥാനത്തിൽ തുടരുന്ന അനിശ്ചിതത്വം. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് വിയോജിപ്പ്. പിണറായിയെ കാണാൻ തോമസ് കെ തോമസ്. മന്ത്രിസ്ഥാനം രാജിവെക്കില്ലെന്ന് ശശീന്ദ്രൻ. SOG കമാൻഡോ വിനീതിന്റെ ആത്മഹത്യ ഉദ്യോഗസ്ഥ പീഡനമെന്നതിന് കൂടുതൽ തെളിവ്. AC അജിത്തിനെതിരെ മൊഴി നൽകി കമാൻഡോകൾ. വിനീതിനോട് അജിത്തിന് വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നുവെന്നും മൊഴി. MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലെ വൈദ്യ പഠനത്തിന് തന്നെ. മതാചാരപ്രകാരം സംസ്കരിക്കണമെന്ന പെൺമക്കളുടെ ഹർജി തള്ളി ഹൈക്കോടതി. സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മകൾ ആശ ലോറൻസ് ജനം ടിവിയോട്. ശബരി റെയിൽപാത പദ്ധതിയോട് മുഖം തിരിച്ച് കേരളം. പമ്പ വരെ നീളുന്ന ഇരട്ടപ്പാതയും റിസർവ് ബാങ്കുമായി ചേർന്നുള്ള ത്രികക്ഷി കരാറിനെയും എതിർത്ത് സംസ്ഥാന സർക്കാർ. കേന്ദ്ര നിർദ്ദേശത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ പദ്ധതിയുടെ ഭാവി അനിശ്ചിതത്വത്തിലായി. കേരളത്തിന്റെ ഭാവി വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവേണ്ട പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം ഇല്ലാതാകുന്നത്. ശബരിപാത പദ്ധതിക്ക് അനുമതി നൽകിക്കൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം മുന്നോട്ട് വെച്ച 2 നിർദ്ദേശങ്ങളോടാണ് സംസ്ഥാന സർക്കാർ എതിർപ്പ് പ്രകടിപ്പിച്ചത്. ഇതോടെ പദ്ധതിയുടെ നിലനിൽപ്പ് തന്നെ ആശങ്കയിലായി. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഇരട്ടപ്പാത വേണമെന്ന ആവശ്യവും റിസർവ് ബാങ്കുമായി ചേർന്ന് ത്രികക്ഷി കരാർ ഉണ്ടാക്കണമെന്ന വ്യവസ്ഥയുമാണ് കേരളം വേണ്ടെന്ന് വെച്ചത്. കേന്ദ്രം മുന്നോട്ട് വെച്ച ത്രികക്ഷി കരാറിൽ ഒപ്പുവെക്കേണ്ട എന്ന് തന്നെയാണ് കേരളത്തിന്റെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 3810 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ 50% കേന്ദ്ര സർക്കാർ വഹിക്കും. ബാക്കി തുക കണ്ടെത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പദ്ധതിക്ക് തുരങ്കം വയ്ക്കാനാണ് സർക്കാരിന്റെ നീക്കം. 1997-98 കാലയളവിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. തുടർന്ന് കാലാകാലങ്ങളിൽ മാറി മാറി വന്ന ഇടത് വലത് സർക്കാരുകളുടെ സമീപനം മൂലം പദ്ധതി അനന്തമായി നീണ്ടുപോയി. പിന്നീട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം പദ്ധതിക്ക് ജീവൻ വെച്ചു. എന്നാൽ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കേരളം സ്വീകരിക്കുന്ന സമീപനത്തിലൂടെ പദ്ധതിയുടെ നിലനിൽപ്പ് തന്നെ ആശങ്കയിലാവുകയാണ്. ജനം, തിരുവനന്തപുരം. സാമ്പത്തിക തട്ടിപ്പിൽ ഒളിവിൽ പോയ വിജയ് മല്യയുടെ 14,000 കോടി രൂപയുടെ സ്വത്തുക്കൾ പൊതുമേഖലാ ബാങ്കുകൾക്ക് കൈമാറിയതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. നീരവ് മോദിയുടെ 1053 കോടി രൂപയുടെ സ്വത്തുക്കളും പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്കുകളിലേക്ക് തിരികെ എത്തിച്ചെന്നും കേന്ദ്ര ധനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. ഒരു കുറ്റവാളിയെയും രാജ്യം വിടാൻ അനുവദിക്കില്ലെന്നും ആരെങ്കിലും കടന്നാൽ കേന്ദ്ര ഏജൻസികൾ അവർക്ക് പിന്നാലെ പോകുമെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 22,280 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ബാങ്കുകളിൽ പുനഃസ്ഥാപിച്ചത്. സാമ്പത്തിക തട്ടിപ്പിന് ഇരകളായവർക്ക് ഈ പണം ലഭിക്കും. ഒളിവിൽ പോയ സാമ്പത്തിക കുറ്റവാളി വിജയ് മല്യയുടെ 14,131 കോടി രൂപയുടെ സ്വത്തുക്കൾ പൊതുമേഖലാ ബാങ്കുകളിൽ പുനഃസ്ഥാപിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയെ അറിയിച്ചു. മറ്റൊരു സാമ്പത്തിക കുറ്റവാളി നീരവ് മോദിയുടെ 1000 കോടിയുടെ സ്വത്തുക്കളും പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്കുകളിലായി പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഒരു കുറ്റവാളിയെപ്പോലും രാജ്യം വിടാൻ അനുവദിക്കില്ലെന്നും രാജ്യം വിട്ടുപോയവർക്ക് പിന്നാലെ
കേന്ദ്ര ഏജൻസികളുണ്ടെന്നും നിർമ്മല സീതാരാമൻ ഓർമ്മപ്പെടുത്തി. അടുത്തിടെ വിജയ് മല്യയുടെ ഫ്രാൻസിലെ 14 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. ഫ്രാൻസിലെ ഏജൻസികളുടെ സഹായത്തോടെയായിരുന്നു ഈ നീക്കം. വിജയ് മല്യ നിലവിൽ ലണ്ടനിലാണ്. ഇയാളെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നുണ്ട്. നീരവ് മോദിയാകട്ടെ UK ജയിലിലും. ജനം, ഡൽഹി. മലപ്പുറം അരീക്കോട് SOG കമാൻഡോ വിനീത് ആത്മഹത്യ ചെയ്തതിനു പിന്നിൽ AC അജിത്തിന് വിനീതിനോടുള്ള വ്യക്തിവിരോധമെന്ന് കമാൻഡോകളുടെ മൊഴി. അന്വേഷണ സംഘം സഹപ്രവർത്തകരുടെ മൊഴിയെടുത്തു. 2021 വിനീതിന്റെ സുഹൃത്ത് സുനീഷ് SOG ക്യാമ്പ് ട്രെയിനിങ്ങിനിടെ കുഴഞ്ഞു വീണപ്പോൾ സഹപ്രവർത്തകർ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും അജിത്ത് സമ്മതിച്ചില്ല. ഇതിനെതിരെ വിനീത് ശബ്ദമുയർത്തിയതാണ് അജിത്തിന് വിനീതിനോടുള്ള വ്യക്തിവിരോധത്തിന് കാരണമെന്നും മൊഴി. SOG കമാൻഡോ വിനീത് ആത്മഹത്യ ചെയ്തതിനു കാരണം ഉദ്യോഗസ്ഥ പീഡനമെന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അന്വേഷണ സംഘം വിനീതിന്റെ സഹപ്രവർത്തകരായ കമാൻഡോകളുടെ മൊഴി രേഖപ്പെടുത്തി. വിനീതിന്റെ ആത്മഹത്യയ്ക്ക് കാരണം മേലുദ്യോഗസ്ഥരുടെ പീഡനം തന്നെയെന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി. വിനീതിന്റെ അടുത്ത സുഹൃത്തായിരുന്ന വയനാട് സ്വദേശി സുനീഷ് 2021 SOG ക്യാമ്പിലെ ട്രെയിനിങ്ങിനിടെ കുഴഞ്ഞു വീണു. എന്നാൽ ആ സമയത്ത് സുനീഷിനെ സഹായിക്കാൻ മറ്റ് സഹപ്രവർത്തകർ ശ്രമിച്ചെങ്കിലും അസിസ്റ്റന്റ് കമാൻഡോ അജിത്ത് സമ്മതിച്ചില്ല. സുനീഷിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. ഇതിനെതിരെ വിനീത് ശബ്ദിച്ചതാണ് വ്യക്തിവിരോധത്തിന് കാരണം. ഇതേ തുടർന്ന് പല രീതിയിലും വിനീതിനെ ഉപദ്രവിച്ചു. അത്യാവശ്യ ഘട്ടങ്ങളിൽ അവധി ചോദിച്ചാൽ പോലും നൽകാറില്ലായിരുന്നു. ക്യാമ്പുകളിൽ പലപ്പോഴും കഠിനമായ പരിശീലനത്തിന് ഇരയാകേണ്ടി വന്നു. റിഫ്രഷർ കോഴ്സിലെ ഓട്ടത്തിൽ കുറഞ്ഞ സമയത്തിനായിരുന്നു വിനീത് പരാജയപ്പെട്ടത്. എന്നാൽ പരാജയപ്പെട്ടതോടെ ഇവർക്ക് അതികഠിന പരിശീലന മുറകൾ ഉൾപ്പെട്ട 1 മാസം നീണ്ടു നിൽക്കുന്ന മറ്റൊരു റിഫ്രഷർ കോഴ്സിൽ പങ്കെടുക്കേണ്ട സാഹചര്യമുണ്ടായി. ഇതെല്ലാം വിനീതിനെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്നും സഹപ്രവർത്തകർ നൽകിയ മൊഴിയിൽ പറയുന്നു. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. പോലീസിൽ ആത്മഹത്യകൾ വർദ്ധിക്കുമ്പോഴും പഠനങ്ങൾ നടത്താതെ സർക്കാർ. അമിത ജോലിഭാരത്തിൽ വിശദമായ പഠനം വേണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കം. ഇതുമായി ബന്ധപ്പെട്ടുയരുന്ന പരാതികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് സർക്കാർ. പോലീസിലെ ആത്മഹത്യകൾ വർദ്ധിക്കുന്നത് സംബന്ധിച്ച് നേരത്തെ ജനം TV വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. സംസ്ഥാന പോലീസിൽ അമിത ജോലിഭാരവും സമ്മർദ്ദവും കാരണം ജീവനെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോഴും ഫലപ്രദമായ ഇടപെടൽ നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. പോലീസുകാരുടെ അമിത ജോലിഭാരത്തെക്കുറിച്ച് കൃത്യമായ പഠനം വേണമെന്ന ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഇടയ്ക്ക് ഒരു സമിതിയെ നിയോഗിച്ചെങ്കിലും സ്റ്റേഷൻ ജോലിയെക്കുറിച്ച് അറിവില്ലാത്ത ഉദ്യോഗസ്ഥരായതിനാൽ പഠനം ഗുണകരമായില്ല. പുതിയ സമിതിയെ നിയോഗിച്ച് വീണ്ടും പഠനം നടത്തണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. സ്റ്റേഷനുകളിൽ ആവശ്യത്തിന് പോലീസുകാരില്ലാത്ത സാഹചര്യം ചൂണ്ടിക്കാട്ടി പലതവണ DGP സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ധനവകുപ്പ് തടസ്സം സൃഷ്ടിക്കുന്നതിനാൽ ഇതിലും സർക്കാർ തീരുമാനമെടുക്കുന്നില്ല. പോലീസുകാരുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കൊണ്ടുവന്ന ഹാറ്റ്സ്, മെന്ററിംഗ് തുടങ്ങിയ പദ്ധതികൾ പേരിന് മാത്രമായി ഒതുങ്ങുകയും ചെയ്തു. 2 DYSPമാരും 7 CIമാരും അടക്കം 130-ലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് 8 വർഷത്തിനിടെ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യാ ശ്രമങ്ങൾ മാത്രം 300-ഓളം. 900-ലധികം പോലീസുകാർ സ്വയം വിരമിക്കാൻ അപേക്ഷിച്ചു. 200-ഓളം പേർ ജോലി ഉപേക്ഷിച്ചു. സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയായിട്ടും ആത്മഹത്യാ ശ്രമങ്ങൾക്ക് പിന്നിൽ കുടുംബ സാമ്പത്തിക പ്രശ്നങ്ങളാണെന്ന് വരുത്തി തീർക്കുകയാണ് സർക്കാർ. ശാസ്ത്രീയമായ ഒരു പഠനം പോലും നടത്താതെയുള്ള ഈ നിലപാടിൽ സേനയ്ക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധം രൂപപ്പെടുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. മന്ത്രിമാറ്റത്തിൽ പരസ്യ അതൃപ്തി പ്രകടമാക്കി മന്ത്രി കെ ശശീന്ദ്രൻ. തോമസ് കെ തോമസ് മന്ത്രിയാകാൻ സാധ്യതയില്ലെങ്കിൽ താൻ എന്തിന് രാജിവെക്കണം? താൻ രാജിവെച്ചാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർക്കുന്നത് പോലെയാകുമെന്നും ശശീന്ദ്രൻ പറഞ്ഞു. അതേസമയം NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തോമസ് കെ തോമസ് കേരളത്തിലെത്തി. NCPയിലെ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട ദേശീയ തലത്തിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് AK ശശീന്ദ്രന്റെ പരാമർശം. തോമസ് കെ തോമസിന് മന്ത്രിയാകാൻ തന്റെ മന്ത്രിസ്ഥാനം തടസ്സമാകില്ലെന്ന് പറയുമ്പോഴും സാധ്യതയില്ലാത്ത കാര്യത്തിന് വേണ്ടി താൻ എന്തിന് രാജിവെക്കണമെന്നും ശശീന്ദ്രൻ ചോദിക്കുന്നു. മന്ത്രിസ്ഥാനം സംബന്ധിച്ച വിഷയം മാധ്യമങ്ങൾക്ക് മുന്നിൽ ചർച്ചയായതിലും ശശീന്ദ്രൻ പരസ്യാതൃപ്തി പ്രകടിപ്പിച്ചു. ഈ തീരുമാനം 1.5 മാസം മുമ്പേ നമ്മൾ എടുത്തതിന് ശേഷവും കേരളത്തിൽ അത് ചർച്ചാ വിഷയമാക്കിയത് ഒരു നല്ല കാര്യമായിരുന്നില്ല എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം എന്ന് എനിക്ക് പറയാം. എൻ്റെ നിലപാട് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തോമസ് കെ തോമസിന് മന്ത്രിയാകാൻ ഞാൻ എതിരല്ല, ഞാനൊരു തടസ്സവുമാവുകയില്ല. പക്ഷേ അതിനുള്ള ചില പ്രയാസങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഡൽഹിയിൽ വെച്ച് നടന്ന ചർച്ചയിലും ഞാൻ രാജിവെക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ പാർട്ടിക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട് എന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്. മിനിയാന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ഈ നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. ഞാൻ മാറുന്നത് തോമസിന് മന്ത്രിയാകാൻ എൻ്റെ മന്ത്രിസ്ഥാനം ഒരു തടസ്സമാവുകയില്ല എന്ന്
ഞാൻ ഇപ്പോഴും ആവർത്തിക്കാൻ ഈ സന്ദർഭത്തിൽ ശ്രമിക്കുകയാണ്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ അതൃപ്തിയും ശശീന്ദ്രന്റെ വാക്കുകളിൽ പ്രകടമാണ്. താൻ രാജിവെച്ചാൽ അത് മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർക്കുന്നത് പോലെയാകുമെന്നും അത് താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ശശീന്ദ്രൻ വ്യക്തമാക്കി. ഞാൻ മാറാൻ തയ്യാറാണ്, പ്രൊവൈഡഡ് തോമസ് കെ തോമസ് മന്ത്രിയാകണം. അതിന് സാധ്യതയില്ലെങ്കിൽ ഞാൻ രാജിവെച്ചത് കൊണ്ട് എന്താണ്, ആർക്കാണ് പ്രയോജനം? അതിനർത്ഥം മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്നു എന്നാണ്. ഞാൻ രാജിവെക്കാൻ വരുന്ന കാരണം ആ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. NCP വിഷയം LDFന്റെ മുന്നിൽ വന്നിട്ടില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും പ്രതികരിച്ചു. മന്ത്രിസഭയിലെ കാര്യമായതിനാൽ മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്നും TP രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. മന്ത്രിമാരെ നിയോഗിക്കുന്നതിനുള്ള അധികാരം, ഭരണഘടനാപരമായ അധികാരം മുഖ്യമന്ത്രിക്കാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ വരേണ്ടുന്ന വിഷയമില്ല. വന്നാൽ തെറ്റൊന്നുമില്ല, വരേണ്ടുന്ന വിഷയമില്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ആലോചന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോ NCPന്റെ മന്ത്രി AK ശശീന്ദ്രനാണ്. അദ്ദേഹം തുടരണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ്. NCP തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനം സ്വാഭാവികമായിട്ട് അവർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മന്ത്രിയെ നിശ്ചയിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടി നിലപാടിനെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുക. മന്ത്രിമാറ്റ ചർച്ചയ്ക്കായി ഡൽഹിയിലെത്തി ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തോമസ് കെ തോമസ് MLA കേരളത്തിൽ തിരിച്ചെത്തി. മുഖ്യമന്ത്രിയുമായി ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തുവാനും സാധ്യതയുണ്ട്. ജനം, തിരുവനന്തപുരം. സന്നിധാനത്തെ ഡോണർ ഹൗസിലെ റൂം പൂട്ടിക്കിടക്കുന്ന സംഭവത്തിൽ ഡോണറിന്റെ വിശദാംശങ്ങൾ നൽകാൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി. നാളെ റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ കമ്മീഷണറോടും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഡോണർക്ക് റൂം പൂട്ടാൻ ആരാണ് അനുമതി നൽകിയതെന്നും കോടതി ചോദിച്ചു. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി വിവിധ വകുപ്പുകൾ പദ്ധതികൾ തയ്യാറാക്കി സമർപ്പിക്കാൻ ധനവകുപ്പിന്റെ നിർദ്ദേശം. കേന്ദ്ര സർക്കാരിന് കൈമാറുന്നതിന് വേണ്ടിയാണ് പദ്ധതികൾ തയ്യാറാക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ കേന്ദ്ര സഹായം നേടിയെടുക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. ജനം ബ്രേക്കിംഗ്. സംസ്ഥാനം നീങ്ങുന്നത് സമാനതകളില്ലാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ്. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ചിലവുകൾക്കായി പണം കണ്ടെത്താൻ നട്ടം തിരിയുകയാണ് സർക്കാർ. ഈ സാഹചര്യത്തിൽ കൂടുതൽ കേന്ദ്ര സഹായം നേടിയെടുക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി വിവിധ വകുപ്പുകൾ പദ്ധതികൾ തയ്യാറാക്കി സമർപ്പിക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം പദ്ധതികൾ സംബന്ധിച്ചും ലഭ്യമാക്കേണ്ട തുക സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ ഉടൻ കേന്ദ്ര സർക്കാരിന് കൈമാറാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. എന്നാൽ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികൾക്കുമുള്ള കേന്ദ്രവിഹിതം കൃത്യമായി ലഭ്യമാക്കുന്നുണ്ട്. ലൈഫ് മിഷൻ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, ജൽജീവൻ മിഷൻ തുടങ്ങിയ പദ്ധതികളുടെ എല്ലാം കേന്ദ്രവിഹിതം കൃത്യമായി നൽകിയിട്ടും തുക വകമാറ്റി ചിലവഴിക്കുന്നത് കാരണം പദ്ധതികൾ നിലയ്ക്കുന്ന സാഹചര്യമാണുള്ളത്. സംസ്ഥാനത്തെ സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെ ഉത്തരവാദിത്വം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് മറുവശത്ത് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ സഹായം നേടിയെടുക്കാനുള്ള നീക്കം. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം. MM ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഏറ്റെടുത്ത നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ശരിവെച്ചു. മൃതദേഹം മതാചാര പ്രകാരം സംസ്കരിക്കാൻ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുള്ള പെൺമക്കളുടെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മകൾ ആശ ലോറൻസ്. മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതശരീരം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഏറ്റെടുത്ത നടപടി അംഗീകരിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ചുകൊണ്ടാണ് പെൺമക്കൾ നൽകിയ അപ്പീലുകൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. മധ്യസ്ഥ ചർച്ചയിലും പ്രശ്നപരിഹാരം ആകാതിരുന്നതിനെ തുടർന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. വിഷയത്തിൽ ശാശ്വത പരിഹാരം വേണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. മൃതശരീരം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വൈദ്യപഠനത്തിനായി വിട്ടു നൽകണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ പെൺമക്കളായ ആശാ ലോറൻസും സുജാതയുമായിരുന്നു ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട വിവാഹ, ജനന, മരണ ചടങ്ങുകളെല്ലാം പള്ളികളിലാണ് നടന്നതെന്നും അസുഖബാധിതനായി കിടന്ന സമയത്ത് ലോറൻസ് പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ടെന്നും അപ്പീലിൽ വാദമുന്നയിച്ചിരുന്നു. കൂടാതെ ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ, ജസ്റ്റിസ് S മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് മുതിർന്ന അഭിഭാഷകനെ മധ്യസ്ഥനായി നിയമിച്ചെങ്കിലും ചർച്ച പരാജയപ്പെട്ടതായി അഭിഭാഷകൻ അറിയിക്കുകയായിരുന്നു. സെപ്റ്റംബർ 21-നാണ് MM ലോറൻസ് മരണപ്പെട്ടത്. മൃതശരീരം നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എംബാം ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ജനം, കൊച്ചി. CPM-ന് പിന്നാലെ വിവാദ വ്യായാമ കൂട്ടായ്മ MEC7 മുന്നിൽ മുട്ടുമടക്കി കോൺഗ്രസും. MEC7 ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ വിവിധ ഏജൻസികൾ പരിശോധിക്കവെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി MEC7 ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. MEC7നുമായി ബന്ധപ്പെട്ട് CPM-ന്റെ നിലപാട് മാറ്റവും കോൺഗ്രസ് ധൃതി പിടിച്ച പിന്തുണ പ്രഖ്യാപിച്ചതുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം.
വിവാദ വ്യായാമ കൂട്ടായ്മ മെക്സവന് ഭീകരവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന ആരോപണം ശക്തമാകുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് മെക്സവന് പിന്തുണയുമായി രംഗത്ത് വന്നത്. മെക്സവനെ കുറിച്ചുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെല്ലാം മെക്സവന്റെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതൃത്വം തന്നെ രംഗത്ത് വന്നത്. മെക്സവൻ വ്യായാമ കൂട്ടായ്മയെക്കുറിച്ച് CPM ജില്ലാ സെക്രട്ടറി പരത്തുന്ന വലിയ രീതിയിലുള്ള വർഗീയപരമായ വിദ്വേഷമുണ്ട്. ആ വിദ്വേഷത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അത് വസ്തുതാവിരുദ്ധമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് അതിന് പിന്തുണ കൊടുക്കാൻ പ്രഖ്യാപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശപ്രകാരം തന്നെ മലപ്പുറത്ത് ചേളാരിയിൽ ആ മെക്സവൻ വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുത്തത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് CPMൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഇതിനെ വർഗീയപരമായി ചിത്രീകരിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഇത് അദ്ദേഹം ആദ്യമായി ചെയ്യുന്നതല്ല. എന്നാൽ മെക്സവിന് നിരോധിത ഭീകരവാദ സംഘടനയുമായി ബന്ധമുണ്ടെന്നതടക്കമുള്ള ആരോപണങ്ങൾ പരിശോധിക്കാതെയാണ് കോൺഗ്രസ് മെക്സവിന് പൂർണ്ണ പിന്തുണ നൽകുന്നതെന്ന ആരോപണവും ശക്തമാണ്. മലബാറിൽ മാത്രം 1000-ഓളം ശാഖകളുള്ള മെക്സവൻ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷമാണ് വളർച്ച പ്രാപിച്ചതെന്നും നിലവിൽ മെക്സവനിലെ അഡ്മിന്മാരെല്ലാം ഏതെങ്കിലും തരത്തിൽ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ളവരാണെന്നുമുള്ള ആരോപണവും ശക്തമാണ്. മെക്സവൻ എന്ന ശാരീരിക വ്യായാമ കൂട്ടായ്മയ്ക്ക് നിഗൂഢമായ ഉദ്ദേശമുണ്ടെന്ന് സംശയിക്കുന്നുവെന്ന് സുന്നി യുവജന സംഘം ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കിനാലൂരും മുൻപ് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ മെക്സവിനെതിരെ ഗുരുതര ആരോപണങ്ങൾ സമുദായ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉയരുമ്പോഴാണ് കോൺഗ്രസ് ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ മെക്സവിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത് എന്ന വിമർശനവും ഉയരുകയാണ്. CPM സംഘടിത മതതീവ്രവാദികൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് മെക്സവൻ വിവാദത്തിൽ കണ്ടത്. ജനം, കോഴിക്കോട്. ലോക കേരള സഭയെ വിമർശിച്ച് PK കുഞ്ഞാലിക്കുട്ടി. ലോക കേരള സഭയ്ക്ക് എന്ത് റിസൾട്ടാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? നിലവിൽ വന്ന വർഷങ്ങളായിട്ടും കാര്യമായ പ്രവർത്തനം നടത്താൻ ലോക കേരള സഭയ്ക്ക് ആയിട്ടില്ലെന്നും വിമർശനം. കണ്ണൂർ ചക്കരക്കല്ലിൽ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി പരാതി. പണം പിൻവലിക്കാനെത്തിയ നിക്ഷേപകർക്ക് പണം ലഭിക്കാതായതോടെയാണ് സൊസൈറ്റിയിലെ തട്ടിപ്പ് പുറത്തായത്. KPCC അംഗം KC മുഹമ്മദ് ഫൈസലാണ് സൊസൈറ്റിയുടെ പ്രസിഡന്റ്. പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനമാണ് ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സ്ഥിര നിക്ഷേപകരായ ചിലർ ഇവിടെ പണം പിൻവലിക്കാനെത്തിയപ്പോൾ മടക്കി അയച്ചതോടെയാണ് സൊസൈറ്റിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് സംശയമുയർന്നത്. ക്രമക്കേട് നടന്നുവെന്ന വിവരം പുറത്തായതോടെ നിക്ഷേപകർ കൂട്ടമായി തുക പിൻവലിക്കാനെത്തിയെങ്കിലും ആർക്കും ഒരു രൂപ പോലും നൽകാൻ സൊസൈറ്റിക്ക് സാധിച്ചില്ല. കാലാവധി കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ പൈസ തരുന്നില്ല. അപ്പോൾ 2-3 പ്രാവശ്യമായി ഇവിടെ കയറി ഇറങ്ങുന്നത്. പിന്നെയാണ് അറിയുന്നത് ബാങ്ക് ഇങ്ങനെ മൊത്തം ഇതായിട്ടുള്ളത്. ഈ സെക്രട്ടറി, പിന്നെ ഇവിടുത്തെ വാച്ച്മാന്, പ്രസിഡന്റ് ഇവരെല്ലാം വരയിൽ കഴിഞ്ഞ സ്വത്തെല്ലാം സമ്പാദിച്ചിട്ടുണ്ട്. ബാങ്കിൽ 5 പൈസ ഇല്ല ഇപ്പോൾ ഇവിടെ. ഒരു 10,000 രൂപ വരെ ഇവിടെ ഇല്ല. ജനങ്ങളെല്ലാ ദിവസം വന്നിങ്ങനെ കയറി ഇറങ്ങി ചീത്തയും പറഞ്ഞു പോക്കാണ്. ഗ്രൂപ്പ് ഡെപ്പോസിറ്റ്, RD, ദൈനംദിന നിക്ഷേപം എന്നിങ്ങനെ വിവിധ നിക്ഷേപ പദ്ധതിയിൽ ചേർന്നവർക്കെല്ലാം പണം ലഭിക്കാനുണ്ട്. വിശ്വാസത്തിലാണ് ഞാൻ അധ്വാനിച്ച പൈസ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തു. അതിപ്പോൾ ഇവരിങ്ങനെ എന്താ പറയുക മുക്കുകയാണ്, എന്നാ പറയുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മളെ പൈസ കിട്ടിയില്ലെങ്കിൽ ഒന്നുക്ക് നിയമപ്രകാരം പോകും, അല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് തീരുമാനിക്കും. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് സമരത്തിലേക്കാണ്. നമ്മളെല്ലാവരും ഇവിടുത്തെ ഡെപ്പോസിറ്റുകാർ മാത്രമല്ല നാട്ടുകാരെയെല്ലാം കൂട്ടിയിട്ട് ഒരു സമരമുറയിലേക്ക് നീങ്ങേണ്ട സ്റ്റെപ്പിലാണ് നമ്മൾ ഉള്ളത്. യോഗ്യതയില്ലാത്ത ആളുകളെ സ്ഥാപനത്തിൽ തിരികെ കയറ്റിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും കമ്പ്യൂട്ടർ വൽക്കരണം പോലും ഇവിടെ നടപ്പാക്കിയിട്ടില്ലെന്നും നിക്ഷേപകർ പറയുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാതെ ഇന്ന് പെട്ടിപ്പീടിയിൽ വരെ കമ്പ്യൂട്ടറാണ്. അതുകൊണ്ട് അതൊന്നും ഇവിടെ ഇല്ല. എന്തുകൊണ്ട് ആക്കാത്തതെന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്വം പ്രസിഡന്റിനുണ്ടല്ലോ. അതേസമയം വരുന്ന ഫെബ്രുവരിയോടുകൂടി സ്ഥാപനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് സൊസൈറ്റി ഭാരവാഹികൾ പറയുന്നത്. ജനം, കണ്ണൂർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ കോഴിക്കോട് DDEയുടെ മൊഴി രേഖപ്പെടുത്തി ക്രൈംബ്രാഞ്ച്. ചോദ്യപേപ്പർ ചോർന്നെന്ന് സംശയമെന്നും യൂട്യൂബ് ചാനലുകളെ സംശയിക്കുന്നതായും DDEയുടെ മൊഴി. MS സൊല്യൂഷൻസിൽ ചോദ്യപേപ്പർ എത്തിയത് എങ്ങനെയെന്നറിയില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും DDE മനോജ് കുമാർ. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ചോദ്യപേപ്പർ ചോർച്ചയിൽ കോഴിക്കോട് DDEയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർന്നെന്നുള്ളത് സംശയമെന്നും യൂട്യൂബ് ചാനലുകളെ സംശയിക്കുന്നതായാണ് DDE മൊഴി നൽകിയതെന്നും അറിയാൻ കഴിയുന്നുണ്ട്. മറ്റു വിവരങ്ങൾ? തീർച്ചയായും
രോഹിണി ഏറെ വിവാദത്തിലേക്ക് തന്നെയാണ് ഈ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വകുപ്പിനെ അടക്കം സമ്മർദ്ദത്തിലാക്കിയ ഒരു വിഷയം. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. തുടർന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് ഈ അന്വേഷണം കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ, അതായത് സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി ഈ കേസുമായി മുന്നോട്ട് പോകാമെന്നൊക്കെയായിരുന്നു ആ യോഗത്തിലെ തീരുമാനത്തിലുണ്ടായിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഡിഡിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഡിഡി മനോജ് കുമാർ പറഞ്ഞിരിക്കുന്നത് ചോദ്യപേപ്പർ ചോർന്നതായി തന്നെയാണ് സംശയമുള്ളതെന്നും അതിൽ യൂട്യൂബ് ചാനലുകളെ സംശയിക്കുന്നതായും അധ്യാപകർക്ക് പങ്കുണ്ടോ എന്നറിയില്ല എന്നും വിശദമായ നടപടി ആവശ്യപ്പെടുന്നു എന്നൊരു കാര്യം തന്നെയാണ് ഈ ഡിഡി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അത്തരത്തിൽ അതായത് വിദ്യാഭ്യാസ വകുപ്പിന്റെ മറുപടികൾ ലഭ്യമായതിനു ശേഷം അന്വേഷണം ഊർജിതമാക്കുമെന്നൊരു കാര്യം തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡിഡിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ കോട്ടൂളിയിലെ ഈ യൂട്യൂബ് ചാനൽ ഇന്നലെ ഇത്തരത്തിൽ ലൈവിൽ വന്നിരുന്നു. ഇന്ന് നടക്കുന്ന കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പർ വിശകലനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നലെ അവർ ലൈവിൽ വന്നിരുന്നത്. അപ്പോൾ തങ്ങൾക്കെതിരായ ആരോപണങ്ങളെ കുറിച്ചൊക്കെ തന്നെയും ഈ ലൈവിൽ പരാമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും ക്രൈംബ്രാഞ്ച് സംഘം ആദ്യഘട്ടം എന്ന നിലയിൽ ഡിഡിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രോഹിണി. ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. അൽ-ഉമ ഭീകരൻ എസ് എ ഭാഷയുടെ അന്ത്യയാത്ര ആഘോഷമാക്കിയതിൽ വിവാദം. കോയമ്പത്തൂർ ഭീകരാക്രമണ കേസിലെ പ്രതിയാണ് എസ് എ ഭാഷ. കോയമ്പത്തൂർ ഭീകരാക്രമണ കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കവെയായിരുന്നു അന്ത്യം. ഇയാളുടെ അന്ത്യയാത്ര ആഘോഷമാക്കിയതിനെ അനുകൂലിച്ച് DMK രംഗത്ത് വന്നിരുന്നു. ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP രംഗത്തെത്തി. ഡിസംബർ 20 കരിദിനം ആചരിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ പറഞ്ഞു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെയാണ്, അതായത് ഡിസംബർ 17-നാണ് ഈ ആഘോഷമായ ശവസംസ്കാര കർമ്മങ്ങളെല്ലാം നടത്തിയത്. എസ് എ ഭാഷ എന്ന് പറയുന്ന കോയമ്പത്തൂർ ഭീകരാക്രമണ കേസിൽ നമുക്കറിയാവുന്നതാണ് 98-ൽ നടന്ന വലിയൊരു ഭീകരാക്രമണ സംഭവങ്ങളായിരുന്നു ഇത്. ഈ സംഭവത്തിൽ 58 പേർ മരിക്കുകയും 200-ലേറെ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൻ്റെ ഈ സ്ഫോടനം നടത്തിയത് ട്രെയിനിലും മറ്റും സ്ഫോടനങ്ങൾ നടന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനായ എസ് എ ഭാഷ ജയിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിലാണ് ഹൈക്കോടതി ഇയാൾക്ക് പരോൾ അനുവദിച്ചത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് പരോൾ അനുവദിച്ചത്. കുടുംബത്തോടൊപ്പം കഴിയുന്നതിനും ഗുരുതര ആരോഗ്യാവസ്ഥയുള്ളതുകൊണ്ട് കുടുംബത്തോടൊപ്പം കഴിയുന്നതിനും വേണ്ടിയാണ് ഈ പരോൾ അനുവദിക്കുകയും ചെയ്തത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഈ മരണത്തിന് ശേഷം അവിടെ വൻതോതിൽ ജനങ്ങൾ ഒത്തുകൂടുകയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ എന്ന് കരുതപ്പെടുന്ന മുസ്ലിം വിഭാഗത്തിലെ നിരവധി പേർ ഒത്തുകൂടുകയും വലിയൊരു ആഘോഷ രീതിയിൽ, അല്ലെങ്കിൽ വലിയൊരു ശവസംസ്കാര കർമ്മത്തിൻ്റെ വലിയൊരു ഘോഷയാത്ര പോലെ നടക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായതാണ് ഏറെ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ എതിർപ്പുകളും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇളങ്കോവൻ, അതായത് DMKയുടെ വക്താവ് പറഞ്ഞത്, ഇത്തരത്തിലൊരു ശവസംസ്കാര യാത്രയൊക്കെ നടത്തുന്നത് അവരുടെ അവകാശമാണ്, അതിലിടപെടാൻ സർക്കാരിനാവില്ല എന്ന നിലപാടാണ് DMK മുന്നോട്ട് വെച്ചത്. ഇതിനെതിരെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, അത്ര കണ്ട് DMK മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിന്, അതല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ പ്രീണനത്തിന് അത്രയും വിധേയപ്പെട്ടിരിക്കുന്നു എന്നതിന് തെളിവാണിത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തുന്നത് ഒരു രാജ്യത്തിൻ്റെ തന്നെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റൊരു ഭീഷണിയാകുന്ന രീതിയിലുള്ളൊരു നീക്കമാണ്. അതുകൊണ്ട് തന്നെ ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകും, ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഡിസംബർ 20 കരിദിനം ആചരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതെ, ഐസൺ തുടരുക. ഡിസംബർ 20 കരിദിനം ആചരിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ പറഞ്ഞു. ആ പ്രതികരണം കേട്ടതിന് ശേഷം നമുക്ക് തിരികെ എത്താം. Madam, it only shows to what level DMK government is involved in minority appeasement. Our BJP state vice president Narayan Tripathi Avarkal, morning he has put out the party's official statement that not only do we condemn it, but also we feel very bad the state of law and order in Tamil Nadu, what is happening in Coimbatore. A person on parole who is convicted by a court of law, who has taken the lives of innocent people, he died during parole. And the police dithering, saying that no, procession will happen, no, procession will not happen. Finally, procession is happening. And this is not only shameful, it only shows to what level in Tamil Nadu the DMK government has gone for the minority appeasement. Just in Coimbatore, we have to appreciate and understand a cylinder
was used by a suicide bomber to bring it, to create a huge blast. The suicide bomber also died, and Coimbatore is just reeling from that. Now this is happening. That is why the Coimbatore BJP unit on coming Friday, they will observe a black day in Coimbatore because the law and order has died today in Coimbatore. Thereby, the people of Coimbatore will not even have any confidence on the state police ability to protect themselves. ഐസൺ, ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു കൊടും ഭീകരനാണ് ഇത്തരത്തിലുള്ള ഒരു യാത്രയായ അന്ത്യയാത്ര ആഘോഷമാക്കിക്കൊണ്ട് DMK നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എത്രത്തോളം പ്രീണന സ്വഭാവമാണ് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. അപകടകരമായ ഒരു മെസ്സേജാണ്, സന്ദേശമാണ് സമൂഹത്തിന് കൂടി നൽകുന്നത്. തീർച്ചയായും രോഹിണി, ഏറ്റവും അപകടകരമായ ഒരു സന്ദേശം തന്നെയാണ് സമൂഹത്തിന് നൽകിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലുള്ള ഭീകരരുടെ മരണമെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ അത് അതീവ രഹസ്യമായി ചെയ്ത പല സംഭവങ്ങളും ആഗോളതലത്തിലെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഇത് ഭാവിയിൽ ഒരു പ്രശ്നമായി അല്ലെങ്കിൽ ഭീകരതയ്ക്കുള്ള ഒരു പ്രോത്സാഹനമായി മാറാതിരിക്കുന്നതിനുള്ള കൃത്യമായ നടപടികൾ ലോകം മുഴുവനുമുള്ള രാജ്യങ്ങൾ സ്വീകരിക്കുന്ന ഒരു പതിവുണ്ട്. ലോകത്തെ ഏറ്റവും കുപ്രസിദ്ധരായ ഭീകരരെ മുഴുവൻ അത്തരത്തിൽ കൃത്യമായ ഈ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രം സംസ്കാര കർമ്മങ്ങൾക്ക് വിധേയമാക്കിയ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുമുണ്ട്. അത്തരം നീക്കങ്ങളിലേക്കൊന്നും തിരിയാതെ DMK നയിക്കുന്ന സർക്കാർ ഇത്തരമൊരു വലിയ രീതിയിലുള്ള ശവഘോഷയാത്രയൊക്കെ നടത്തി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആഘോഷം പോലൊരു ആൾക്കൂട്ടത്തെയൊക്കെ വിളിച്ചു വരുത്തി ഈ പരിപാടി നടത്താൻ അനുമതി നൽകിയതാണ് ഏറെ ഗൗരവതരമായൊരു വിഷയമായി മാറിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഏറെ ചർച്ചകൾ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നത് ലോകം മുഴുവൻ നിരീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും ഒരു തെറ്റായ സന്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇത്രയും ആളുകളെ കൂട്ടി ഇത്തരത്തിലൊരു ശവസംസ്കാര കർമ്മം നടത്താൻ, അതിനുവേണ്ടിയുള്ളൊരു പ്രൊസഷൻ നടത്താനൊക്കെ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായും അത് നൽകുന്നൊരു സന്ദേശം, യുവാക്കൾക്ക് ഉൾപ്പെടെ നൽകുന്ന ഒരു വലിയ തെറ്റായൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം നൽകുന്നത് വലിയൊരു ആപത്തായി രാജ്യത്തിന് തന്നെ ബാധിക്കുമെന്ന കാര്യം തിരിച്ചറിവോടെ പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം DMKയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നത് മാത്രമല്ല, DMK അതിനെ അനുകൂലിക്കുന്നൊരു നിലപാട് കൂടി സ്വീകരിച്ചു. ഇളങ്കോവനൊക്കെ കൃത്യമായ അതിൻ്റെ നിലപാടുകൾ പറഞ്ഞ് മുന്നോട്ട് വരികയും ചെയ്തു. അതിൽ നിന്നും വ്യക്തമാകുന്നത് ഇത്തരത്തിലുള്ള കൂട്ടങ്ങളെ, ഇത്തരത്തിലുള്ള ആൾക്കൂട്ടങ്ങളെ, വർഗീയമായി സംഘടിക്കുന്ന ആൾക്കൂട്ടങ്ങളെ വോട്ട് ബാങ്കായി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഒരു നീക്കമാണ് നടത്തിയത്. അത്തരത്തിലുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായി തുടർച്ചയായി ഇത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും ആ പ്രദേശത്തുണ്ടാകുന്ന ഒരു അരക്ഷിതാവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഡിസംബർ 20 കരിദിനം ആചരിക്കുമെന്ന നിലപാട് BJP അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ സിലിണ്ടറും മറ്റുമായുള്ള അത്തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങൾ, അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളുണ്ടായ സ്ഥലത്ത് തന്നെ ഇത്തരം ഒരു നീക്കം നടത്തുന്നു എന്നുള്ളത് മറ്റു ചില ഗൂഢാലോചനകൾ കൂടി പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, വലിയ ജനക്കൂട്ടം, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയൊരു ജനക്കൂട്ടം ഇത്തരത്തിലൊരു വ്യക്തിയുടെ, അതായത് 58 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു വൻപൻ ഭീകരാക്രമണത്തിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയുടെ, മാത്രമല്ല അദ്ദേഹം 2003 പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതായത് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലെല്ലാം തന്നെ അദ്ദേഹത്തെ കൊലപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലുള്ള ഭീഷണികൾ ഉയർത്തിയ ഒരു മനുഷ്യൻ കൂടിയാണ്. അത്തരമൊരു മനുഷ്യനെ ഇത്തരത്തിൽ ആഘോഷപൂർവ്വം ഈ ശവസംസ്കാര യാത്ര നടത്തുന്നത് വലിയൊരു തെറ്റാണ് എന്ന് തന്നെയാണ് ലോകം നിരീക്ഷിക്കുന്നത്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിൽ നിന്ന് ഡോക്ടറെ രക്ഷിച്ച് പോലീസ്. മുംബൈ പോലീസ് എന്ന വ്യാജേന വെർച്വൽ അറസ്റ്റിലൂടെ 5,25,000 രൂപയാണ് ഡോക്ടറിൽ നിന്നും തട്ടിയെടുത്തത്. ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും ഇടപെടലിനെ തുടർന്ന് 4,35,000 രൂപ തിരിച്ചുപിടിച്ചു. ചങ്ങനാശ്ശേരി സ്വദേശിയായ ഡോക്ടർക്ക് വന്ന കൊറിയറിൽ നിരോധിത ഉൽപ്പന്നങ്ങളുണ്ടെന്ന പേരിലായിരുന്നു തട്ടിപ്പ് സംഘം പണം തട്ടാൻ ശ്രമിച്ചത്. മുംബൈ പോലീസ് എന്ന വ്യാജേന ഡോക്ടറെ വിളിച്ച തട്ടിപ്പുകാർ ജാമ്യത്തിൽ ഇറങ്ങണമെങ്കിൽ 30 ലക്ഷം രൂപ കൈമാറണമെന്നും ആവശ്യപ്പെട്ടു. ഡോക്ടർ തട്ടിപ്പിൽ വീണു. ആദ്യഘട്ടമായി ആവശ്യപ്പെട്ട 5,25,000 രൂപ കൈമാറി. ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയെങ്കിലും സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്കാണ് പണം അയക്കുന്നതെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി. ഓൺലൈൻ തട്ടിപ്പുകൾ തടയാനുള്ള SBIയുടെ പ്രത്യേക മോണിറ്ററിംഗ് സംവിധാനത്തിൽ ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടതോടെ ഇവർ ഉടനെ ചങ്ങനാശ്ശേരി ബാങ്ക് മാനേജരെ വിവരമറിയിച്ചു. ബാങ്ക് മാനേജർ തിരുവനന്തപുരത്തുള്ള സൈബർ സെല്ലിന് വിവരം കൈമാറി. പിന്നാലെ ചങ്ങനാശ്ശേരി പോലീസ് ഡോക്ടറുടെ വീട്ടിലെത്തിയെങ്കിലും ഡോക്ടർ സഹകരിച്ചില്ല. പിന്നീട് ബലം പ്രയോഗിച്ച വീട്ടിൽ കയറിയാണ് പോലീസ് തട്ടിപ്പ് തടഞ്ഞത്. ഇൻസ്പെക്ടർ അകത്തിരിക്കുന്ന ഫോൺ കോളിൽ ഹിന്ദിയിൽ സംസാരിക്കുന്നത് കേട്ടു. ഈ ഫോൺ കോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്നുള്ള രീതിയിലാണ്, ഫോൺ കോളിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന് ഹിന്ദിയിൽ പറയുന്നത് ഇൻസ്പെക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു.
അപ്പോൾ ഇദ്ദേഹം അകത്ത് കയറി വാതിലടയ്ക്കാൻ പോയപ്പോൾ ഇൻസ്പെക്ടറും കൂടെ കയറി ഒരു അല്പം അദ്ദേഹത്തിൻ്റെ സമ്മതത്തിനെതിരായിട്ട് നമ്മൾ അകത്ത് കയറി അദ്ദേഹത്തിൻ്റെ ഫോൺ വാങ്ങി പരിശോധിച്ചപ്പോഴാണ് മുംബൈ പോലീസ് എന്നുള്ള നിലയ്ക്ക് വെർച്വൽ അറസ്റ്റിൻ്റെ ഫ്രോഡ്സ്റ്റേഴ്സ് ഇരുന്നത്. അപ്പോൾ നമ്മൾ കേരള പോലീസാണെന്ന് പറയുകയും തിരിച്ച് അവരെ ചോദ്യം ചെയ്തത് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 1930 വിളിച്ചത് പ്രകാരവും അതുപോലെ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇടപെട്ടതും മൂലം ഈ 5 ലക്ഷം രൂപയോളം ട്രാൻസാക്ഷൻ ചെയ്തതിൽ 4,65,000 രൂപ ഫ്രീസ് ചെയ്യപ്പെട്ടു. ബാക്കി 65,000 രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. തട്ടിപ്പുകാർ സുപ്രീം കോടതിയുടേതെന്ന രീതിയിൽ ചില രേഖകളും ഡോക്ടർക്ക് അയച്ചു നൽകിയിരുന്നു. പോലീസ് ഇടപെടലിനെ തുടർന്ന് 4,65,000 രൂപ മരവിപ്പിച്ചു. 65,000 രൂപയാണ് നഷ്ടമായത്. തട്ടിപ്പ് സംഘം ആദ്യം ബന്ധപ്പെട്ടപ്പോൾ തന്നെ പോലീസുമായി നേരിട്ടോ അടിയന്തര ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെട്ടിരുന്നുവെങ്കിൽ തട്ടിപ്പ് നേരത്തെ തടയാമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ജനം, കോട്ടയം. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് തട്ടിപ്പിൽ രാജ്യാന്തര കണ്ണികളും കേരളത്തിൽ നിന്ന് സിം കാർഡുകൾ ചൈനയിലേക്ക് എത്തിക്കുന്നു. തട്ടിപ്പിനായി വിദ്യാർത്ഥികളെ കൊണ്ട് സിം കാർഡുകൾ എടുപ്പിച്ച് ഏജന്റുമാർ വഴി വിദേശങ്ങളിലേക്ക് എത്തിക്കുകയാണ്. 1,00,000-ലധികം സിം കാർഡുകൾ ഇത്തരത്തിൽ രാജ്യാന്തര തട്ടിപ്പ് സംഘങ്ങളിലേക്ക് എത്തിയതായും ഇഡിയുടെ കണ്ടെത്തൽ. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുകളെ കുറിച്ചുള്ള ഇഡി അന്വേഷണത്തിൽ നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രാജ്യാന്തര ബന്ധങ്ങളുള്ള സംഘങ്ങളാണ് വ്യാജ ട്രേഡിംഗ് ആപ്പുകൾക്ക് പിന്നിലെന്ന സൂചന പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ സ്വന്തമാക്കാനും സിം കാർഡുകൾക്കുമെല്ലാം വിദ്യാർത്ഥികളെയാണ് തട്ടിപ്പ് സംഘങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇതിനായി ഏജന്റുമാർ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ വിലാസങ്ങളിലും ആധാർ കാർഡുകളിലുമായി 1,00,000-ലധികം മൊബൈൽ സിം കാർഡുകൾ സംഘം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിലധികവും ചൈനയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളിലേക്കും സിം കാർഡുകൾ പോയിട്ടുണ്ട്. ചെറിയ തുകകൾ വാഗ്ദാനം ചെയ്താണ് വിദ്യാർത്ഥികളെ കൊണ്ട് സിം കാർഡുകൾ എടുപ്പിക്കുന്നത്. രാജ്യാന്തര സംഘങ്ങളുടെ ഇടപാടുകൾ കൂടി കണ്ടെത്തിയതോടെ ഇഡി അന്വേഷണം ഊർജിതമാണ്. വ്യാജ ട്രേഡിംഗ് ആപ്പുകളിൽ പണം നിക്ഷേപിച്ച് കോടികൾ പലർക്കും നഷ്ടമായിരുന്നു. നിലവിൽ ലഭിച്ച 4 പരാതികളിലാണ് ഇഡി അന്വേഷണം. കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള മൂൾ അക്കൗണ്ടുകളിലും വിവിധ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമുണ്ട്. പ്രശസ്ത ട്രേഡിംഗ് ആപ്പുകളുടെ വ്യാജ പതിപ്പുകൾ തയ്യാറാക്കി നിക്ഷേപത്തിന് വൻ ലാഭങ്ങൾ വാഗ്ദാനം ചെയ്ത് വലിയ തുകകൾ നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ചാണ് തട്ടിപ്പുകൾ. പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ഇഡി അന്വേഷണവും നടക്കുന്നത്. തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലായി നടന്ന തട്ടിപ്പുകളിൽ 12 കോടി രൂപയാണ് നിക്ഷേപകർക്ക് നഷ്ടമായിരുന്നത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വിമത വൈദികർക്കെതിരെ കടുത്ത നടപടിയുമായി എറണാകുളം അങ്കമാലി അതിരൂപത സഭാ നേതൃത്വം 4 വൈദികരെ ചുമതലകളിൽ നിന്ന് നീക്കി. അതിരൂപതയിൽ സഭാ കോടതി രൂപീകരിക്കാനും നീക്കം. ഏകീകൃത കുർബാന അർപ്പിക്കാൻ വിമുഖത കാട്ടിയ 4 വൈദികർക്കെതിരെയാണ് എറണാകുളം അങ്കമാലി അതിരൂപത സഭാ നേതൃത്വം നടപടി എടുത്തത്. ഫാദർ വർഗീസ് മണവാളൻ, ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവരെ നടപടിയുടെ ഭാഗമായി ചുമതലകളിൽ നിന്ന് നീക്കി. ബസിലിക്കയിലെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഫാദർ വർഗീസ് മണവാളനോട് പ്രീസ് ഹോമിലേക്ക് മാറാൻ നിർദ്ദേശവും നൽകി. തൃപ്പൂണിത്തറ, പാലാരിവട്ടം, മാതാനഗർ പള്ളികളിലെ വികാരിമാരായിരുന്ന 3 പേരെയും വിമത പ്രവർത്തനത്തിന്റെ പേരിലാണ് നീക്കിയത്. ഇതോടൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭാ ട്രിബ്യൂണൽ രൂപീകരിക്കാനും തീരുമാനമായി. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വിമതർക്കെതിരായ നടപടിക്ക് മുന്നോടിയായാണ് സഭാ ട്രിബ്യൂണൽ രൂപീകരിക്കുന്നത്. ട്രിബ്യൂണൽ രൂപീകരിക്കുന്നതോടെ ക്രിസ്മസിന് മുൻപ് കൂടുതൽ വൈദികർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനയുമുണ്ട്. അതേസമയം വിമത വൈദികരും അൽമായ മുന്നേറ്റവും ജനാഭിമുഖ കുർബാന എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ജനം, കൊച്ചി. ഗർഭകാല ചികിത്സാ പിഴവിനെ തുടർന്ന് ആലപ്പുഴയിൽ ഗുരുതര വൈകല്യങ്ങളോടെ ജനിച്ച കുഞ്ഞിനെ കൈയൊഴിഞ്ഞ് ആരോഗ്യവകുപ്പ്. വിവിധ പരിശോധനകൾക്കായി കുഞ്ഞിന്റെ രക്ഷിതാക്കളിൽ നിന്ന് കഴിഞ്ഞ ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി പണവും ഈടാക്കി. സർക്കാർ നൽകിയ വാക്ക് പാലിക്കാത്തതിനാൽ കുഞ്ഞുമായി ആശുപത്രിക്ക് മുന്നിൽ സമരം ചെയ്യാനുള്ള ആലോചനയിലാണ് കുടുംബം. ഗർഭകാല ചികിത്സാ പിഴവിനെ തുടർന്ന് അസാധാരണ വൈകല്യങ്ങളോടെ കുഞ്ഞു പിറന്ന സംഭവം വിവാദമായപ്പോൾ കുഞ്ഞിന് സൗജന്യ ചികിത്സ ഉറപ്പാക്കുമെന്നായിരുന്നു ആരോഗ്യമന്ത്രി അറിയിച്ചത്. എന്നാൽ 1 മാസത്തിലേറെ കഴിഞ്ഞിട്ടും തുടർ ചികിത്സയുടെ കാര്യത്തിൽ യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 500 രൂപയിലധികം വിവിധ പരിശോധനകൾക്കായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി രക്ഷിതാക്കളിൽ നിന്ന് ഈടാക്കി. ആരോഗ്യമന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ ചികിത്സ സഹായം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് ട്രീറ്റ്മെൻറ്റിന് 250 രൂപ തൈറോയിഡിൻ്റെ ചികിത്സയ്ക്ക് ആണ് എന്നും പറഞ്ഞുകൊണ്ട് 250 രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അത് ഞാൻ അടച്ച് അതിൻ്റെ രസീത് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് സമീപനങ്ങൾ
ഇപ്പം നമ്മൾ അറിയത്തില്ല എവിടെയാണ് കാണിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിനൊരു വഴികാട്ടിയായിട്ട് അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇന്നാളടുത്ത് പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതുവരെ ഔദ്യോഗികമായിട്ട് നമ്മുടെ ആലപ്പുഴ DMO ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ വനിതാ ശിശു ആശുപത്രിയിൽ നിന്നോ ഇല്ലെങ്കിൽ TD മെഡിക്കൽ കോളേജിൽ നിന്നോ ഇതുവരെ എനിക്ക് ഒരു റിപ്പോർട്ട് ഇതുവരെ തന്നിട്ടില്ല. ആലപ്പുഴ ലജനത്ത് വാർഡിൽ താമസിക്കുന്ന അനീഷ് മുഹമ്മദ് സുറുമി ദമ്പതികളുടെ മൂന്നാമത്തെ കുഞ്ഞാണ് വൈകല്യങ്ങളോടെ ജനിച്ചത്. ഗർഭകാലത്ത് 7 തവണ സ്കാനിംഗ് നടത്തിയിട്ടും വൈകല്യങ്ങൾ കണ്ടെത്താനായില്ല എന്നായിരുന്നു പരാതി. സംഭവം വിവാദമായതോടെ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം നേരിട്ടെത്തി അന്വേഷണം നടത്തിയിരുന്നു. തുടർന്ന് ആരോപണം നേരിടുന്ന 2 സ്വകാര്യ ലാബുകളുടെ സ്കാനിംഗ് മെഷീൻ സീൽ ചെയ്തു. എന്നാൽ ആരോഗ്യവകുപ്പിലെ ഒരു ജീവനക്കാർക്കെതിരെയും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. 26-ാം തീയതി പരാതി കൊടുത്തിട്ട് ഇന്നേക്ക് എത്ര ദിവസമായി? ഇതുവരെ ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് എത്തിയിട്ടില്ല എന്ന് പറയുന്നത് ആരുടെ അനാസ്ഥയാണ്? ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ 2 ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ ചികിത്സാരേഖകൾ ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടെങ്കിലും ഇല്ലെന്നായിരുന്നു കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രി അധികൃതരുടെ മറുപടി. ജനം, ആലപ്പുഴ. ആലപ്പുഴയിൽ ഗുരുതര വൈകല്യങ്ങളുമായി ജനിച്ച കുട്ടിക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിലുണ്ടായ വീഴ്ച പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സൗജന്യ ചികിത്സ നൽകുമെന്ന് സർക്കാർ വാക്ക് നൽകിയതാണെന്നും അതിൽ വീഴ്ച സംഭവിച്ച കാര്യം ശ്രദ്ധയിൽപ്പെട്ടുവെന്നും മന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിലാണ് മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചത്. സൗജന്യമായിട്ടുള്ള ചികിത്സ, അതിന് തുടർ ചികിത്സ എന്തൊക്കെ വേണം എന്നുള്ളത് കൂടി സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ചികിത്സ സൗജന്യമായി തന്നെ സർക്കാർ സംവിധാനത്തിൽ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ കേട്ടു, അത് തീർച്ചയായിട്ടും പരിശോധിക്കാം. അത് സർക്കാർ സംവിധാനത്തിൽ ഒരിക്കലും അത് ചെയ്യാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ തന്നെ 18 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ ചികിത്സ നൽകുന്നത്. അതല്ലാതെ വീണ്ടും പ്രത്യേകിച്ച് ഈ കേസിൽ അങ്ങനെ ചെയ്തു എന്നുള്ളത് അത് തീർച്ചയായിട്ടും പരിശോധിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും പറയും. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ജനുവരിയിൽ നടത്തിയേക്കും. 15ാം നിയമസഭയുടെ 13ാം സമ്മേളനം ജനുവരി 17-ന് വിളിച്ചു ചേർക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിൽ. ബജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി സഭ പിരിയും. ബജറ്റ് മാർച്ചിൽ പരിഗണിക്കും. മാർച്ചിൽ CPM-ന്റെ സംസ്ഥാന സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് 15ാം നിയമസഭയുടെ 13ാം സമ്മേളനം ജനുവരി 17-ാം തീയതി വിളിച്ചു ചേർക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ നിലവിൽ തീരുമാനമായിട്ടില്ല. നിലവിൽ CPM ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ജനുവരിയിൽ ബജറ്റ് അവതരണം ആലോചിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം 57 വയസ്സായി ഉയർത്താനുള്ള തീരുമാനവും സമ്മേളനത്തിൽ ഉണ്ടാവാനാണ് സാധ്യത. ശമ്പളത്തിനും പെൻഷനുമായി പ്രതിവർഷം 5700 കോടി രൂപയുടെ കടബാധ്യതയാണ് പൊതുഖജനാവിലുള്ളത്. ഓരോ വർഷവും വിരമിക്കുന്ന ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാരിന് 4000 കോടിയോളം രൂപ ആവശ്യമുണ്ട്. വിരമിക്കൽ പ്രായം 1 വർഷം കൂട്ടിയാൽ ഈ ബാധ്യതയിൽ നിന്നും തൽക്കാലം ഒഴിവാക്കാൻ സർക്കാരിന് കഴിയും. സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ ഒഴിവാക്കുന്ന ഓർഡിനൻസ് വീണ്ടും ഇറക്കാനും സാധ്യതയുണ്ട്. ജനം, തിരുവനന്തപുരം. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നു. തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പ്രഖ്യാപിച്ച വിജിലൻസ് അന്വേഷണം പാതി വഴിയിൽ. പെൻഷൻ തുക തിരിച്ചുപിടിക്കാനുള്ള ഉത്തരവിലും തുടർ നടപടികളില്ല. പാവപ്പെട്ടവർക്കുള്ള 1600 രൂപയുടെ പ്രതിമാസ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാർ ജീവനക്കാരും സർവീസ് പെൻഷൻകാരും നാട്ടിലെ സമ്പന്നരുമടക്കം തട്ടിയെടുത്ത സംഭവത്തിൽ മെല്ലെപ്പോക്ക് തുടരുകയാണ് സർക്കാർ. തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പ്രഖ്യാപിച്ച വിജിലൻസ് അന്വേഷണം പാതി വഴിയിലായി. തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും ഉന്നത ബന്ധങ്ങളുള്ള CPM അനുഭാവികളാണ്. പെൻഷൻ അർഹത സംബന്ധിച്ച കാര്യങ്ങളിൽ പരിശോധന നടത്തിയിട്ടിരുന്ന ഉദ്യോഗസ്ഥരും ഇടതനുകൂല തൊഴിലാളി സംഘടനകളിൽപ്പെട്ടവർ. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം പ്രഹസനമാകുന്നത്. കൂടുതൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന പരിശോധനയ്ക്കായി ഇൻഫർമേഷൻ കേരള മിഷനെ നിയോഗിച്ചിരുന്നു. തദ്ദേശ ഭരണ വകുപ്പിന്റെ സഹകരണത്തോടെ വാർഡ് തലത്തിൽ ഗുണഭോക്താക്കളുടെ പട്ടിക വിലയിരുത്താനും നിർദ്ദേശം നൽകിയിരുന്നു. ഈ പരിശോധനകളും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയ അവസ്ഥയിലാണ്. അന്വേഷണങ്ങളും പരിശോധനകളും എല്ലാം അട്ടിമറിക്കാൻ ഉന്നത ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നടക്കമുള്ള ആക്ഷേപങ്ങളും ശക്തമാവുകയാണ്. സമാനതകളില്ലാത്ത തട്ടിപ്പാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ പേരിൽ സംസ്ഥാനത്ത് നടന്നത്. ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം 1458 ഉദ്യോഗസ്ഥരാണ് ചട്ടം മറികടന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയതായി കണ്ടെത്തിയത്. ജനം, തിരുവനന്തപുരം. MR അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം അംഗീകരിച്ച മന്ത്രിസഭാ യോഗം. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശയാണ് അംഗീകരിച്ചത്. ജൂലൈ 1-ന് ഒഴിവ് വരുമ്പോൾ DGP ആകും. അന്വേഷണം നേരിടുന്നത് സ്ഥാനക്കയറ്റത്തിന് തടസ്സമല്ലെന്ന്
ചീഫ് സെക്രട്ടറി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഇത്രയധികം വിവാദങ്ങളുടെ പശ്ചാത്തലം ഉണ്ടായിട്ടും MR അജിത് കുമാറിനെ സംസ്ഥാന സർക്കാർ ചേർത്തു പിടിക്കുകയും സ്ഥാനക്കയറ്റം അംഗീകരിച്ച് മന്ത്രിസഭായോഗ തീരുമാനമുണ്ടാകുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. രോഹിണി, MR അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം അംഗീകരിച്ചുകൊണ്ട് മന്ത്രിസഭാ യോഗമാണ് ഇപ്പോൾ തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ അംഗീകരിച്ചിരുന്നു. ജൂലൈ 1 ഒഴിവുകൾ വരുന്ന മുറയ്ക്ക് DGP ആകാം. അന്വേഷണം നേരിടുന്നത് സ്ഥാനക്കയറ്റത്തിന് തടസ്സമല്ല എന്നായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ. അതോടൊപ്പം തന്നെ ഈ നിലവിലിപ്പോൾ MR അജിത് കുമാറിന്റെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുൾപ്പെടെയുള്ള വിജിലൻസ് അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ അന്വേഷണങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥാനക്കയറ്റങ്ങൾക്ക് ഒരു തടസ്സമാകില്ല എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സുപ്രീം കോടതിയിലെ സമാനമായിട്ടുള്ള വിധികൾ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള വിധികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ MR അജിത് കുമാറിനെ DGP ആയി സ്ഥാനക്കയറ്റത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് മന്ത്രിസഭാ യോഗം കടന്നതെന്ന് വേണം നമ്മൾ കരുതേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള IPS ഉദ്യോഗസ്ഥർ, അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ വന്നിരുന്ന സമയത്ത് പ്രധാനപ്പെട്ട സുപ്രീം കോടതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കേസുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ അന്വേഷണം നേരിടുന്ന ഒരു മുൻ ADGP കൂടിയായിട്ടുള്ള അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥന് DGP ആയി സ്ഥാനക്കയറ്റത്തേക്ക് കയറാൻ ഒരു തടസ്സമാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് അംഗീകരിച്ചിട്ടുള്ളത്. വരുന്ന ജൂലൈയിൽ ഒഴിവുകൾ വരുന്ന മുറയ്ക്ക് DGP ആയി സ്ഥാനക്കയറ്റം കയറാൻ സാധിക്കും. അതോടൊപ്പം തന്നെ രണ്ട് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ട് വേണമായിരുന്നു MR അജിത് കുമാറിനെ ഇത്തരത്തിൽ DGP സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ. അതോടൊപ്പം തന്നെ ഈ ആരോപണങ്ങൾ വരുന്നതിന് മുന്നായിട്ട് MR അജിത് കുമാർ ചെയ്തിട്ടുള്ള മറ്റ് സർവീസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ശുപാർശ വന്നിട്ടുള്ളതെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്. BR അംബേദ്കറെ ചൊല്ലി പ്രതിപക്ഷ ബഹളം. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടു. BR അംബേദ്കറെ പാർലമെന്റിൽ കയറ്റാത്ത കോൺഗ്രസാണ് അംബേദ്കറുടെ ചിത്രം കൊണ്ടു നടക്കുന്നതെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ വിമർശിച്ചു. കോൺഗ്രസ് അംബേദ്കറുടെ പേര് ദുരുപയോഗം ചെയ്യുകയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും വ്യക്തമാക്കി. ഇന്ന് പാർലമെന്റ് ആരംഭിച്ചുടൻ തന്നെ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം വെച്ചുകൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. രാജ്യസഭയിൽ മറുപടി പ്രസംഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചു എന്നാരോപിച്ചായിരുന്നു ബഹളം. അംബേദ്കറെയല്ല, അംബേദ്കറുടെ പേര് അനാവശ്യമായി ഉപയോഗിക്കുന്ന കോൺഗ്രസിനെയാണ് അമിത്ഷാ വിമർശിച്ചതെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ വ്യക്തമാക്കി. അംബേദ്കറെ പാർലമെന്റിൽ പോലും കയറ്റാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തെരഞ്ഞെടുപ്പിൽ അംബേദ്കറെ കോൺഗ്രസ് പരാജയപ്പെടുത്തിയ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. जिंदा थे तो उनका तिरस्कार किया है इन्होंने। तो कांग्रेस पार्टी ने तो अपने ऑफिस में बाबा साहब का फोटो लगाने के लिए भी मना कर दिया था। बाबा साहब के और दो बार चुनाव हराया लोकसभा का। ये तो बाबा साहब का अपमान करने वाले लोग हैं और हम बाबा साहब का सम्मान करने वाले लोग हैं। बाबा साहब को संसद में आने नहीं दिया और अब ये ड्रॉन कर रही है ये पार्टी। അംബേദ്കറെ തുടർച്ചയായി അപമാനിച്ചിരുന്ന കോൺഗ്രസ് ഇന്ന് രാഷ്ട്രീയ ലാഭത്തിനായി അംബേദ്കറുടെ പേര് ദുരുപയോഗം ചെയ്യുകയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. അദ്ദേഹത്തിന് ഭാരത് രത്ന നിഷേധിക്കുകയും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തള്ളിമാറ്റിയതും കോൺഗ്രസ് നേതാക്കളാണെന്നും കിരൺ റിജിജു ചൂണ്ടിക്കാട്ടി. बाबा साहब भीमराव जैसे आदमी को इन्होंने हरा करके देश के साथ इन्होंने खिलवाड़ किया है। आज बाबा साहब का नाम लेकर के उसके नाम को दुरुपयोग करने का काम किया है। उसी को गृह मंत्री ने बताया था कि बार बार अंबेडकर का नाम लेकर के उन्होंने छल कपट करने का काम किया है। കോൺഗ്രസിന്റെ അംബേദ്കർ ഭരണഘടനാ സ്നേഹം കപടമാണെന്നായിരുന്നു രാജ്യസഭയിൽ മറുപടി പ്രസംഗത്തിൽ അമിത്ഷായുടെ വാക്കുകൾ. കോൺഗ്രസ് ഭരണത്തിൽ അംബേദ്കർ അതൃപ്തി അറിയിച്ചതിനും കോൺഗ്രസ് അദ്ദേഹത്തെ തുടർച്ചയായി അപമാനിച്ചതിനും ചരിത്രത്തിൽ തെളിവുകളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. ക്രിക്കറ്റ് താരം R അശ്വിൻ വിരമിച്ചു. വിരമിക്കൽ പ്രഖ്യാപനം ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ അപ്രതീക്ഷിതമായി. 106 ടെസ്റ്റിൽ നിന്നും 537 വിക്കറ്റുകൾ വീഴ്ത്തി. ടെസ്റ്റിൽ 6 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. ടെസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും അധികം മാൻ ഓഫ് ദി സീരീസ് നേടിയ താരമാണ് R അശ്വിൻ. ശരണമെൻ്റയ്യപ്പ. പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം എവിഎ കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കോ പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. മെറാൾഡ ഗോൾഡ്, ഡയമണ്ട്, ജെംസ്.
ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ്പിറ്റൽ ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. രാംരാജിനറിയാം മലയാളക്കര. പുണ്യദർശനത്തിനായി ശബരിമലയിൽ ഭക്തജനസാഗരം. മരക്കൂട്ടം വരെയും ഭക്തരുടെ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെട്ടത്. 18ാം പടി കയറാനുള്ള ഭക്തരുടെ കാത്തുനിൽപ്പ് 6-7 മണിക്കൂർ നീണ്ടു. ഓരോ ദിവസവും ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് ശബരിമലയിൽ. ഇന്നു പുലർച്ചെ പടി കയറാനുള്ള ക്യൂ ശരംകുത്തിയും കഴിഞ്ഞ് മരക്കൂട്ടം വരെ നീണ്ടു. അവിടെ നിന്നും ചെറു സംഘങ്ങളായാണ് ഭക്തരെ കയറ്റിവിടുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ റെക്കോർഡ് സംഖ്യയാണ് ശബരിമലയിലേക്ക് എത്തിയത്. ഇപ്പോഴും തിരക്ക് തുടരുകയാണ്. ரொம்ப கஷ்டமா இருக்கு, ரொம்ப அழுத்தம் அதிகமா இருக்கு. நிறைய பேர் வந்து அமுத்துறாங்க, ரொம்ப மூச்சு திணறல் ஏற்படக்கூடிய அளவுக்கு ஆகுது. ഇന്നലെ രാവിലെ പമ്പലെത്തി, അവിടുന്ന് വൈകിട്ട് 2:30 കയറിയതാ. രാത്രി ഇവിടെ തന്നെ 10:30ആയി. തിരക്ക് ഭയങ്കര തിരക്കുണ്ട്. 18ാം പടി കയറുന്നത് വരെ ഏറെ നേരത്തെ കാത്തുനിൽപ്പ്. പടി കയറി മുകളിലെത്തിയാൽ വീണ്ടും മേൽപ്പാലം വഴി സോപാനത്തിനരികെ എത്തും വരെ കാത്തുനിൽപ്പ് തുടരുന്നുണ്ട്. സ്പോട്ട് ബുക്കിംഗിൽ വലിയ വർധനവുണ്ടായതായി സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ പറഞ്ഞു. ഇന്നലെ 10,000 പേരാണ് അധികമായി സ്പോട്ട് ബുക്കിംഗ് നടത്തിയത്. സ്വാമിയെ ദർശിച്ചവര് 90,000 ക്രോസ് ചെയ്തു. ഈ ശബരിമല സീസണിൽ തുടർച്ചയായിട്ട് 2 ദിവസം 90,000 ക്രോസ് ചെയ്യുന്ന ആദ്യമാണ്. അപ്പോൾ അതിനകത്ത് വന്ന വ്യത്യാസം, വെർച്വൽ ക്യൂ നമ്മൾ 70,000 ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ സ്പോട്ട് ബുക്കിംഗ് ഇതുവരെ 7,000, 8,000, 9,000 ഒക്കെ ആയിരുന്നു. ഇന്നലെയും മെനഞ്ഞാന്നും സ്പോട്ട് ബുക്കിംഗ് 20,000 ഈ 20,000 10,000 വർധനവ്. ഈ 10,000 വർധനവാണ് നമ്മൾ 18ാം പടിയുടെ ഫ്രണ്ട് മുതൽ ശരംകുത്തി വരെ ക്യൂ നീളുന്നത്. കുട്ടികൾക്കായി പ്രത്യേക ക്യൂ സംവിധാനം ഒരുക്കിയെന്ന് അധികൃതർ പറയുമ്പോഴും തിരക്കിനിടയിൽ പെട്ടുപോകുന്ന കുട്ടികൾ നിരവധിയാണ്. ഇന്ന് 10 മണിവരെ 45,000-ഓളം ഭക്തരാണ് മല കയറിയെത്തിയത്. മണ്ഡലപൂജയ്ക്കായുള്ള ഒരുക്കങ്ങളിലാണ് സന്നിധാനം. വരും ദിവസങ്ങളിലും സമാനമായ തിരക്ക് തുടരാനാണ് സാധ്യത. ജനം, സന്നിധാനം. ശബരിമലയിൽ പരമ്പരാഗത കാനന പാതയിലൂടെ എത്തുന്ന ഭക്തർക്ക് ഇന്നു മുതൽ പ്രത്യേക സംവിധാനം. ശബരിമല ADM അരുൺ എസ് കുമാർ IAS ഭക്തർക്ക് എൻട്രി പാസ് നൽകി തുടക്കം കുറിച്ചു. കാനനപാത താണ്ടി പാസുമായി എത്തുന്ന ഭക്തർക്ക് ക്യൂ നിൽക്കാതെ ദർശനം സാധ്യമാകും. കാലങ്ങളായി പരമ്പരാഗത കാനനപാത വഴി ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് ആശ്വാസകരമാണ് ഈ തീരുമാനം. എൻട്രി പാസ് നൽകുന്നതിലൂടെ നടപ്പന്തലിലെത്തുന്ന ഭക്തർക്ക് ക്യൂ നിൽക്കാതെ അയ്യന്റെ സന്നിധിയിലെത്താം. എരുമേലി വഴിയുള്ള കാനനപാതയിലൂടെ വരുന്ന ഭക്തർക്ക് മുക്കുഴിയിൽ വെച്ചാണ് എൻട്രി പാസ് നൽകുക. ഇന്ന് രാവിലെ 7 മണിക്ക് ശബരിമല ADM അരുൺ എസ് നായർ IAS ആദ്യ ബാച്ചിന് പാസ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. പാസുമായി അയ്യപ്പ ഭക്തർ കാനനപാതയിലൂടെ അയ്യന്റെ സന്നിധിയിലേക്ക്. ഇവർക്ക് പമ്പയിൽ നിന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് വരാം. നീലിമല വഴി പോകണമെന്നുള്ളവർക്ക് ആ വഴിയുമാകാം. മരക്കൂട്ടത്ത് വെച്ച് ശരംകുത്തി വഴി ഒഴിവാക്കി തീർത്ഥാടകർക്ക് ചന്ദ്രാനന്ദൻ റോഡ് വഴി സന്നിധാനത്ത് പ്രവേശിക്കുകയുമാകാം. നടപ്പന്തലിലെത്തുന്ന ഭക്തർക്ക് പ്രത്യേക വരിയിലൂടെ കടന്ന് തിരുമുറ്റത്തെത്താം. പുല്ലുമേട് വഴി സന്നിധാനത്തെത്തുന്ന ഭക്തർക്കും പാസ് നൽകുന്നുണ്ട്. കിലോമീറ്ററുകൾ കാൽനടയായി എത്തുന്ന ഭക്തർക്ക് സന്നിധാനത്ത് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം കാനനപാത വഴിയെത്തുന്ന ഭക്തരുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. ജനം, സന്നിധാനം. റയൽ മാഡ്രിഡിന്റെ ബ്രസീൽ വിങ്ങർ വിനീഷ്യസ് ജൂനിയർ ഫിഫയുടെ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ദോഹയിൽ നടന്ന ചടങ്ങിൽ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. സ്പാനിഷ് താരം എയ്റ്റാന ബോൺമാറ്റി മികച്ച വനിതാ താരമായി, പുരുഷ ടീം പരിശീലകനായി കാർലോ ആഞ്ചലോട്ടിയും വനിതാ പരിശീലകയായി എമ ഹെയ്സും തെരഞ്ഞെടുക്കപ്പെട്ടു. അർജന്റൈൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ് മികച്ച ഗോൾ കീപ്പർ. പുഷ്കാസ് അവാർഡിന് അലൻസാൻഡ്രോ ഗർനാച്ചോയും ഫെയർ പ്ലേ അവാർഡിന് തിയാഗോ മൈയും അർഹനായി.
ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.